ഭാരതത്തിൻ്റെ സാമൂഹിക ചരിത്രം ഇന്നത്തെ പോലെയല്ല. ജാതിയുടെയും അസമത്വത്തിൻ്റെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു ചിത്രമായിരുന്നു 2 നൂറ്റാണ്ടിന് മുമ്പുള്ള കേരളം. 1.5 നൂറ്റാണ്ടിന് മുമ്പ് ജനിച്ച ഒരു യുവാവിൻ്റെ കഥയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത്. ആ യുവാവിൻ്റെ മുൻപിൽ നേരിട്ട് കണ്ട അസ്വാതന്ത്ര്യത്തിൻ്റെയും അസമത്വത്തിൻ്റെയും കാരണം എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു ത്വര ആ യുവാവിൻ്റെ മനസ്സിലുണ്ടായി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഈ അസമത്വം, ഈ ജാതിചിന്ത, ഈ മത വ്യത്യാസം ഈ കേരള മണ്ണിൽ നിലനിൽക്കുന്നത് എന്നത് കണ്ടുപിടിക്കുവാനുള്ള ഒരു ത്വര ആ യുവ മനസ്സിലുണ്ടായി. അതിൻ്റെ കാരണം അന്വേഷിച്ച് അസ്വസ്ഥനാവുക എന്നത് ആ യുവാവിന് നിത്യമായി. തൻ്റെ അസ്വസ്ഥതയുടെ കാരണം അന്വേഷിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ആ യുവാവ് തൻ്റെ വീട് വിട്ടുപോവുകയാണ്. വീട് വിട്ടുപോയ ആ യുവാവ് കേരളത്തിൻ്റെ തീര പ്രദേശങ്ങളിലൂടെ, ഗ്രാമങ്ങളിലൂടെ, ഗ്രാമാന്തരങ്ങളിലൂടെ, മധ്യത്തിലൂടെ യാത്രയായി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നേരിട്ട് അനുഭവിച്ചറിയുവാൻ വേണ്ടി കാൽനടയായി ആ യുവാവ് നടന്നു. ഒന്നും തന്നെ ഉത്തരം കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ നിരാശനായി അലഞ്ഞ ആ യുവാവ് പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. ആ യുവാവ് പല വീടുകളുടെ മുമ്പിലും പോയി ഒരു യാചകനെ പോലെ ഭിക്ഷ യാചിക്കുകയും കിട്ടുന്ന വീടുകളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു. ചിലപ്പോൾ വിശക്കുമ്പോൾ ലഭിക്കുന്ന ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ ലഭിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും തകർന്ന് വീണ് കിടന്ന് ഉറങ്ങും. ആ ഒരവസ്ഥയിൽ കുറേ നാളുകൾ അങ്ങനെ നീണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൂട്ടുകാരനെ ഈ യുവാവിന് കിട്ടുന്നത്. ആ കൂട്ടുകാരനും ഇതേ സമാന ചിന്താഗതിയുള്ള ആളായിരുന്നു. ആ കൂട്ടുകാരൻ അയാളെ ഒരു യോഗ അഭ്യാസിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യോഗവിദ്യ പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അവിടെ യോഗവിദ്യയുടെ എല്ലാ പാഠങ്ങളും ആ യുവാവ് പഠിച്ചു. അവിടെ നിന്നും ഈ 2 പേരും കൂടെ കൂടി ഗ്രാമങ്ങൾ വിട്ട് വനാന്തരത്തിലേക്ക് പോകുവാൻ തയ്യാറായി. അങ്ങനെ നാഗർകോവിലിന് കിഴക്കുള്ള ഒരു വനാന്തരത്തിലേക്ക് അവർ 2 പേരും കൂടെ കല്ലൊതുക്കുകൾ കയറി മുകളിൽ ചെന്നു ഒരു പാറക്കൂട്ട് കണ്ടു. ആ പാറക്കൂട്ടിനടുത്ത് അവർ ഇരുന്ന് സന്യാസിയാകുവാനുള്ള ശ്രമത്തിൽ, സന്യാസിയായാൽ ഇതിനുത്തരം ലഭിക്കും എന്ന വിശ്വാസം ഉണ്ടായി. അങ്ങനെ അവർ തപസ് ചെയ്യുവാൻ വേണ്ടി ആ മലയുടെ പാറ ഇടുക്കുകളിലേക്ക് ചെല്ലുന്ന ഒരവസ്ഥ. ആ മലനിരകളിൽ എത്തിപ്പെട്ട 2 യുവാക്കൾ ആ മലനിരയിലെ ഗുഹകളിൽ തപസ്സനുഷ്ഠിക്കുവാൻ ഒരുങ്ങുകയും തപസ്സിൽ കുറേ നാൾ തുടരുകയും ചെയ്തു. എന്നാൽ അതിലൊരു ചെറുപ്പക്കാരൻ തപസ്സിൽ നിന്നും മോചിതനായി ആ മല വിട്ടിറങ്ങി പോവുകയുണ്ടായി. ആ ചെറുപ്പക്കാരൻ്റെ പേരാണ് കുഞ്ഞൻപിള്ള. കുഞ്ഞൻപിള്ളയാണ് പിന്നീട് ചട്ടമ്പി എന്ന പേരിൽ കേരളത്തിൽ അറിയപ്പെട്ട ചട്ടമ്പി സ്വാമികൾ. കുഞ്ഞൻപിള്ളയ്ക്ക് ശേഷം അവിടെ തുടർന്ന് ആ ചെറുപ്പക്കാരൻ വീണ്ടും തൻ്റെ തപസ്സിൽ തുടരുന്നു. ആ കാട്ടിൽ നിന്ന് ലഭ്യമായ കാട്ടുചെടികളുടെ ഇല പറിച്ചെടുത്ത് ആഹാരമാക്കി കഴിച്ചുകൊണ്ടിരുന്ന് തൻ്റെ തപസ് തുടർന്നു. തഴുതാമ, കാട്ടുകൂടി, അടമ്പ്, അടപതിയൻ, കിഴങ്ങ് എന്നിവ ഒക്കെയായിരുന്നു അന്നത്തെ ആഹാരങ്ങൾ. അങ്ങനെ തപസ് തുടർന്ന ആ യുവാവ് വിശന്ന് വലഞ്ഞ് ഇരിക്കുന്ന അവസരത്തിൽ ഒരു വൃദ്ധനായ രോഗിയെ പോലെയുള്ള ഒരാൾ അവിടെ വരികയും ആ യുവാവിൻ്റെ അടുത്ത് വന്ന്, വിശക്കുന്നുണ്ടല്ലേ, വരൂ നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പനയോലയിൽ പൊതിഞ്ഞ ഒരു പൊതി തുറന്ന് അതിലുണ്ടായിരുന്ന അരിപ്പൊടി വറുത്ത അത് ആ യുവാവിന് കൊടുത്തു.
അങ്ങനെ അരിപ്പൊടി വറുത്തതും കഴിച്ച് വെള്ളവും കുടിച്ച് അവർ രണ്ടുപേരും ആ പാറപ്പുറത്ത് അല്പനേരം മയങ്ങി. യുവാവ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആ വൃദ്ധനായ രോഗിയായി വന്ന അദ്ദേഹത്തെ കണ്ടില്ല. അവിടെയെല്ലാം നോക്കി അന്വേഷിച്ചു, പക്ഷേ ഒരിടത്തും ആ വൃദ്ധനെ കണ്ടില്ല. അപ്പോൾ താനൊരു സ്വപ്ന ലോകത്തിലായിരുന്നോ എന്ന് പോലും ആ യുവാവിന് ചിന്തയുണ്ടായി. എങ്കിലും അതൊക്കെ മറന്നുകൊണ്ട് ആ യുവാവ് വീണ്ടും തൻ്റെ തപസ് തുടർന്നു. അങ്ങനെ ദീർഘനാൾ ആ ചെരിവുകളിൽ ഗുഹകളിൽ തപസ് തുടർന്നുകൊണ്ട് ഇരുന്ന ആ യുവാവിൻ്റെ പേരാണ് ശ്രീനാരായണൻ എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു. ആ മലനിരയിൽ തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്ന നാരായണൻ എന്ന ആ യുവാവ് ആ മലനിര വിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഒരവധൂതനെ പോലെ ജനങ്ങളുടെ ഇടയിൽ കഴിയുവാൻ വേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയ ആ യുവാവ് തീരപ്രദേശങ്ങളിലൂടെ തൻ്റെ യാത്ര തുടർന്നു. സമുദ്രതീരങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ വലകൾ വിരിച്ചിട്ടിരിക്കുന്ന വലകളിൽ രാത്രി അന്ത്യമയങ്ങുകയും അവർ പണിക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് യാത്രയാവുകയും ചെയ്യുന്ന ഒരു ശീലം ആ യുവാവിനുണ്ടായി. അങ്ങനെയാണ് ആ മത്സ്യത്തൊഴിലാളികളുടെ പ്രിയങ്കരനായ ഒരു ഭക്തനായി അവർ അദ്ദേഹത്തെ കണ്ടു. അവർ വിളിച്ച പേരാണ് നാണുഭക്തൻ. അങ്ങനെ നാണുഭക്തനായി മാറിയ അദ്ദേഹം അവരുടെ വള്ളത്തിലാണ് കിടന്ന് ഉറങ്ങിയിരുന്നത്. വള്ളത്തിനടുത്തുള്ള തീരത്ത് വലയിൽ ആണ് കിടന്ന് ഉറങ്ങിയിരുന്നത്. ആ വലകൾ കൊണ്ടുപോയി അവർ മത്സ്യം പിടിച്ചു വരുമ്പോഴത്തേക്ക് ധാരാളം മത്സ്യം അവർക്ക് ലഭിക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ സ്വാമിക്ക് പ്രത്യേകമായ ഒരു സിദ്ധിയുണ്ട് എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ വള്ളത്തിൽ പോയി പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യത്തിൻ്റെ ഒരു ഭാഗം ഈ സ്വാമിക്ക് കൊടുക്കുകയും സ്വാമി അത് വാങ്ങിച്ചുകൊണ്ട് പല വീടുകളിലും കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സ്ഥിരമായി ഒരു വീട്ടിൽ അദ്ദേഹം ഈ മത്സ്യം കൊണ്ട് കൊടുക്കുമായിരുന്നു. അവിടെ ഒരു അമ്മയും മകളുമേ ഉണ്ടായിരുന്നു. അവർ ദരിദ്രരായ മനുഷ്യരായിരുന്നു. അവർക്ക് മത്സ്യത്തൊഴിലാളികളിൽ നിന്നും ലഭിക്കുന്ന മീൻ വിറ്റ് അവർ കഴിയുന്ന ഒരു കുടുംബമാണ്. വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ലായിരുന്നു. അവർ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടായിരുന്നു ആ നാണുഭക്തൻ കുറേ നാൾ കഴിഞ്ഞു. അത് കണ്ട് നാണുഭക്തൻ അവരോട് പറഞ്ഞു, നിങ്ങളെ ഞാനൊരു വിദ്യ പഠിപ്പിക്കാം. അങ്ങനെ നാണുഭക്തൻ തേങ്ങയുടെ ചകിരിയിൽ നിന്നും എങ്ങനെ കയറുണ്ടാക്കാം എന്ന് അവരെ കാണിച്ചു കൊടുക്കുകയും പിന്നീട് കുറേ നാൾ അവർ കയറ് പിരിച്ച് ജീവിക്കുകയും ചെയ്തു എന്നതാണ് പിന്നീട് ചരിത്രകാരന്മാർ പറയുന്നത്. തേങ്ങയുടെ തൊണ്ടിൽ എങ്ങനെ കയറുണ്ടാക്കാമെന്ന വിദ്യ സ്വാമി ആ അമ്മയെയും മകളെയും പഠിപ്പിച്ചു. അവരങ്ങനെ കയറ് പിരിച്ച് കയറുണ്ടാക്കുന്ന ഒരു ചെറിയ കുടിൽ വ്യവസായം തുടങ്ങുകയും അത് വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ആ കുടുംബം അഭിവൃദ്ധിപ്പെട്ടു എന്നതാണ് ചരിത്രകാരന്മാർ ഗുരുവിൻ്റെ കഥയിൽ, ഗുരുവിൻ്റെ ജീവിതചരിത്രത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ വിശന്ന് വലഞ്ഞ് നടക്കുന്ന ആ വധൂതൻ ഒരിക്കൽ ഒരു ചായക്കടയിൽ ചെന്നു. തട്ടമിട്ട ഒരു ഉമ്മ നടത്തുന്ന ചായക്കടയായിരുന്നു. ഈ സ്വാമിയെ കണ്ട ഉടനെ ഉമ്മ പുട്ട് സ്വാമിക്ക് കൊടുക്കുകയും സ്വാമി അത് വളരെ രുചികരമായി അത് കഴിക്കുകയും ചെയ്തു. പിന്നീട് പലപ്പോഴും ആ ചായക്കടയിൽ സ്വാമി എത്തുമ്പോൾ ആ ഉമ്മ സ്വാമിക്ക് സ്നേഹപൂർവ്വം പുട്ട് കൊടുക്കുമായിരുന്നു. ഇതാരാണെന്നോ ഇത് പേരാണോ എന്താണെന്നോ ഒന്നും ആ ഉമ്മയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഉമ്മയ്ക്ക് ആ സ്വാമിയോട് വളരെ ഭക്തിയുണ്ടായിരുന്നു. അങ്ങനെ ആ ഉമ്മ ഒരു ദൈവദൂതനെ പോലെയാണ് സ്വാമിയെ കണ്ടത്. പിന്നീട് ഒരു കാലത്ത് സ്വാമി ഗുരുവായി മാറിക്കഴിഞ്ഞതിന് ശേഷം
ഈ പ്രദേശത്ത് സ്വാമി എത്തിയപ്പോൾ ആ ഉമ്മയെ നേരിട്ട് കാണുകയും മറ്റാൾക്കാരുടെ മുൻപിൽ വെച്ച് പറയുകയും ചെയ്തു. ഈ ഉമ്മ എനിക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട്. ആ ഉമ്മയെ സ്നേഹപൂർവ്വം തൻ്റെ അടുത്തേക്ക് വിളിച്ച് അനുഗ്രഹം നൽകുകയും ചെയ്ത കഥ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിലെ സകല സമസ്ത രംഗങ്ങളിലും ഉള്ള ആളുകളുമായി തൻ്റെ അവധൂതകാലം പങ്കിടുവാൻ സ്വാമിക്ക് കഴിഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും വലിയ കാര്യം. സ്വാമിയുടെ അവധൂത കാലഘട്ടം പ്രധാനമായും തീരപ്രദേശങ്ങളിലൂടെയാണ്. കന്യാകുമാരി, തിരുവനന്തപുരം, അഞ്ചുതെങ്ങ്, കളച്ചൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. ആ അവധൂത കാലഘട്ടം വളരെ ദുഷ്കരമായി. ഒരു ഭ്രാന്തൻ എന്ന് പല വിഭാഗക്കാരും സ്വാമിയെ അന്ന് വിളിച്ചിരുന്നു. അതെല്ലാം സഹിച്ചുകൊണ്ട് സ്വാമി തൻ്റെ അവധൂത കാലഘട്ടം മതിയാക്കിക്കൊണ്ട് അരുവിപ്പുറത്തേക്ക് തൻ്റെ സന്യാസം തുടരുന്നതിന് വേണ്ടി യാത്രയാവുകയാണ്. അരുവിപ്പുറത്ത് എത്തി അവിടെ കൊടിനൂക്കി മലയിലെ ഗുഹയിൽ തൻ്റെ സന്യാസ ജീവിതം സ്വാമി തുടരുന്നു.